ഹായ് ഫ്രണ്ട്സ്, രാവിലെ ഞാനൊരു യാത്ര പോവാണ്, ഒരു ലോങ് യാത്രയാണ്. അപ്പോൾ ഈ യാത്രയിൽ ഇപ്പം ഞാൻ ഈ റോഡിൽ ഇറങ്ങിയിട്ട് റോഡിൽ ഒറ്റ വണ്ടിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി പെട്രോളിന് വില കൂടി. ഒരു കമ്പനി മാത്രമേ ഇപ്പോൾ കൂട്ടിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഉടനെ കൂടും. പെട്രോള് ബുദ്ധിമുട്ടായി കിട്ടാൻ. അപ്പോൾ നമ്മുടെ ബ്ലോഗർ സുജിത് ഭക്തൻ വരെ പറഞ്ഞു പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ യാത്രകൾ നിർത്തിയെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർക്കാർ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി, രാഷ്ട്രീയമൊന്നുമല്ല കേട്ടോ, അങ്ങനെ ചിന്തിച്ചേക്കല്ല, ദീർഘദൃഷ്ടിയോടുകൂടി പറഞ്ഞൊരു കാര്യമാണ് പെരപ്പുറ സോളാർ പദ്ധതി. അതിന് പലരും പല തുടക്കം വെച്ചു. KSEB അങ്ങനെ ചെയ്യും, KSEB ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പല ഇത്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. ഇപ്പം KSEB എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വ്യക്തമായ നയത്തിലാണ് അത് ചെയ്യുന്നത്. നമുക്ക് സബ്സിഡിയോടുകൂടിയാണ് ചെയ്യുന്നത്. ഇത് ആദ്യം വന്ന കാലത്ത്, അതായത് 4 വർഷം മുമ്പ് ഈ പെരപ്പുറ സോളാർ പദ്ധതി സബ്സിഡിയോട് വന്നപ്പോൾ ആദ്യം സോളാർ പാനൽ വെച്ച ആളാണ് ഞാൻ. ഈ 4 വർഷമായിട്ട് അതിനുശേഷം ഞാനൊരു ഇലക്ട്രിക് വണ്ടിയും മേടിച്ചു. ഞാനിത് ഈ പറഞ്ഞ കാര്യങ്ങൾ നല്ലപോലെ ഉൾക്കൊണ്ട് തന്നെയാണ് ഞാനിത് ചെയ്തത്. വണ്ടിയും മേടിച്ച് ഈ 4 വർഷമായിട്ട് ഞാൻ 1 രൂപ പോലും പെട്രോളിന് മുടക്കാറില്ല, 1 രൂപ പോലും ഗ്യാസ് മേടിച്ച് മുടക്കാറില്ല. കാരണം വീട്ടിൽ മൊത്തം ഇലക്ട്രിക്കലാണ് ഉപയോഗിക്കുന്നത്. 1 രൂപ പോലും നമ്മൾ കറണ്ട് ബില്ലും അടയ്ക്കാറില്ല. ഈ ഇവരുടെ KSEBയുടെ കുറേ മീറ്റർ വാടക, മറ്റേ വാടക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഗ്രിഡ് യൂസ് ചെയ്യുന്നതിൻ്റെ ഉള്ള ഒരു ചെറിയ പൈസ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഈ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ഈ വെയിൽ തെളിയുന്ന ഇതുപോലെ നമ്മുടെ കാലാവസ്ഥ ഉള്ളിടത്ത് എല്ലാവരും കുറഞ്ഞൊരു 5 കിലോവാട്ടെങ്കിലും വെക്കണം. ഒരു വീട്ടുകാർ വെച്ച് ഒരു ഇലക്ട്രിക് വണ്ടി വേണ്ട, ഇലക്ട്രിക് സ്കൂട്ടറെങ്കിലും മേടിച്ചാൽ നമുക്ക് സ്വയം പര്യാപ്തമായി. ഇപ്പം ഗൾഫ് യുദ്ധം വന്ന് ഇപ്പോൾ കരയുദ്ധം തുടങ്ങാൻ പോവാ. ഗ്യാസില്ല. ഇത് ഗ്യാസിൻ്റെ പ്രശ്നമില്ല. സൂര്യഭഗവാൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഗ്യാസായി. സൂര്യഭഗവാൻ ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ഓടും. സൂര്യഭഗവാൻ ഉണ്ടെങ്കിൽ നമ്മുടെ AC വർക്ക് ചെയ്യും. നമുക്കൊരു പ്രശ്നവുമില്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പ്രത്യേക ഈ സാഹചര്യത്തിലെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക. മറ്റുള്ള കള്ളന്മാർ പറയുന്ന കള്ളത്തരങ്ങളൊന്നും കേട്ട് നിങ്ങൾ വഴങ്ങരുത്. 100% നമ്മുടെ വീട്ടിലൊരു കിണർ ആവശ്യമുള്ളതുപോലെ തന്നെ ആവശ്യമുള്ള സാധനമാണ്. അത്യാവശ്യമല്ലേ വെള്ളം എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ളതാണ് കറണ്ട്. അപ്പോൾ കറണ്ടിന് നമുക്ക് സ്വയം പര്യാപ്തത വരികയും നമുക്ക് ഒരു രാജ്യത്തെ നല്ല സംസ്ഥാനത്തെ പോലും നമുക്ക് സപ്പോർട്ട് വേകാതെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കറണ്ടും നമ്മുടെ വണ്ടി ഓടാനുള്ള ഇന്ധനവും നമുക്ക് തരുന്ന സൂര്യൻ്റെ സോളാർ പ്ലാന്റ് തീർച്ചയായിട്ടും ഓരോ വ്യക്തി ഇപ്പം ഓരോ വ്യക്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതുണ്ടാക്കണ പൈസ വേണ്ടെന്ന് ചോദിക്കും. 0 ഇൻട്രസ്റ്റിൽ ഒരു പലിശയുമില്ലാതെ ഈ സോളാർ പദ്ധതിക്ക് ഇപ്പോൾ പുതിയ ബാങ്ക് ലോൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുടക്കൊന്നുമില്ലല്ലോ. ആ പൈസ, അതായത് കറണ്ടുകാർ അടയ്ക്കേണ്ട പൈസ നമ്മൾ ബാങ്കിൽ അടച്ചാൽ നമ്മുടെ വണ്ടി ഓടും, നമ്മുടെ വീടും വർക്ക് ചെയ്യും. നമുക്ക് 5 സ്ഥലത്ത് വരെ നമ്മളിത് കണക്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ പേരിൽ തന്നെയുള്ള 5 വീടുണ്ട്. 5 വീടും ഇത് കടയുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ലോഡ് ചെയ്തിരിക്കുക ഇതിൽ. അപ്പോൾ എനിക്ക് വീട്ടിലെ മിച്ചം വരുന്ന കറണ്ട് കടയിൽ എനിക്ക് ഉപയോഗിക്കാം. എനിക്ക് കടയിൽ AC ഇട്ട് സുഖമായിട്ടിരിക്കാം. അപ്പോൾ അങ്ങനെ മനോഹരമായ ഒരു പദ്ധതിയാണ്. എനിക്ക് അനുഭവമാണ് ഞാൻ പറയുന്നത്, അല്ല വല്ലവരും പറയുന്ന കേട്ട് ഞാൻ പറഞ്ഞതല്ല. അപ്പോൾ ആ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. തീർച്ചയായിട്ടും പറ്റുന്നവരെല്ലാം പെരപ്പുറ സോളാർ പദ്ധതി ചെയ്യണം. ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങണം. കാർ മേടിക്കാൻ പറ്റാത്തൊരു സ്കൂട്ടറെങ്കിലും മേടിച്ച് ഉപയോഗിക്കുക. പെട്രോൾ ഇല്ലെങ്കിലും ഗ്യാസ് ഇല്ലെങ്കിലും നമുക്ക് ഫുഡ് പാകം ചെയ്യാനും എല്ലാം പറ്റും. അപ്പോൾ ഞാൻ വഴിയിൽ നിർത്തി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വഴിയിൽ ഒറ്റ വണ്ടിയില്ല, മെയിൻ റോഡുകളിലൊന്നും ഒറ്റ വണ്ടിയില്ല. കാരണം പെട്രോളിന് വില കൂടിയോണ്ട്, അല്ലെ പെട്രോൾ ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം. കാരണം നല്ല തിരക്കുള്ള റോഡുകളിൽ പോലും ഒരു വണ്ടി പോലും ഇല്ല, വിജനമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കതൊരു വിഷയമേ അല്ല. കാരണം നമ്മൾ പെട്രോൾ എന്ന് പറയുന്ന സാധനത്തെ ആശ്രയിക്കുന്നില്ല, ഗ്യാസ് എന്ന് പറഞ്ഞ സാധനത്തെ നമ്മൾ ആശ്രയിക്കുന്നില്ല. അപ്പം നമ്മൾ സ്വയം പര്യാപ്തതയിലെത്തി. നമുക്ക് ആകെ വേണ്ട സൂര്യൻ മാത്രമാണ്. സൂര്യൻ ഉദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പാചകവും നടക്കും, നമ്മുടെ വണ്ടി ഓട്ടവും നടക്കും. മനസ്സിലായി? അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങൾ ധൈര്യമായിട്ട് വെച്ചോളൂ. ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല, ഞാൻ ഗ്യാരണ്ടി. ഇനിയിപ്പോൾ KSEB എന്നാ നയം മാറ്റിയാലും അത് അങ്ങനെ കൂടുതലായിട്ട് മോശമായ നയം KSEBക്ക് മാറ്റേണ്ട ആവശ്യമില്ല. KSEBക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കാശ് മുടക്കി കൊടുക്കുകയാണ്. അങ്ങോട്ട് കറണ്ട് നമ്മൾ കൊടുക്കുകയാണ്. ആ കറണ്ട് വില കൂട്ടി വിറ്റാണ് KSEB നിൽക്കുന്നത്. അപ്പം നമ്മൾ ചെറിയ വിലയ്ക്ക് കൊടുക്കുന്ന കറണ്ട് വലിയ വിലയ്ക്ക് വിൽക്കാനുള്ള അവസരം നമ്മൾ KSEBക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ KSEBക്ക് പുറത്തുനിന്ന് വലിയ വിലയ്ക്ക് കറണ്ട് മേടിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു മനസ്സിലായി? അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഇപ്പോഴത്തെ നിലവിൽ നമ്മൾക്ക് ഇത് വളരെ ലാഭകരമാണ്. അതിലുപരി നമുക്ക് ഒരു പ്രശ്നമില്ല.
ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം മാത്രം പോരല്ലോ, നമുക്ക് കാര്യങ്ങളും കൂടെ നടക്കണ്ടേ. ഇനിയിപ്പം വിദേശ രാജ്യങ്ങളെ പെട്രോളും ക്രൂഡ് ഓയിലും ആശ്രയിച്ച് ജീവിക്കുന്നതൊക്കെ ഇനി മുമ്പോട്ട് വലിയ പ്രശ്നങ്ങളാവും. ഇനിയിപ്പോൾ യുദ്ധം ഇത് എവിടെ പോയി അവസാനിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഒരു വശത്ത്, ഇറാൻ ഒരു വശത്ത്, ബാക്കി എല്ലാവരും കൂടെ ഒരു ലോകയുദ്ധമായി മാറാനും ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നാൽ നമുക്ക് പെട്രോളും ഗ്യാസും ഒന്നും കിട്ടാതെ വരുമ്പോൾ നമ്മളെങ്ങനെ ജീവിക്കും? അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഒരു എനർജി സോഴ്സ് നമ്മുടെ പെരപ്പുറത്തുള്ളപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഉപയോഗിക്കണം. അപ്പം അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.